CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളത്തിന്റെ ദേശീയോത്സവം എന്ന വിശേഷണമുള്ള അടുപ്പുട്ടി പള്ളിപ്പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം KK ഗീവർഗീസ് റമ്പാൻ നല്ലില്ല കൊടിയേറ്റം നടത്തി. പെരുന്നാളാഘോഷം ഒക്ടോബർ 27-28 തീയതികളിൽ. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തെ തുടർന്ന് CPM പുറത്താക്കിയ ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി അംഗവും എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ജിയോ ഫോക്സ് ചൊവ്വാഴ്ച രാജിവെച്ചേക്കും. മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ശ്രമിച്ചെന്നും കോൺഗ്രസ് നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയെന്നും CPM. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തെ മാലിന്യ പ്ലാന്റിന് നൽകിയ അനുമതി പുനഃപരിശോധിക്കാമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. മാലിന്യ പ്ലാന്റിന് അഗ്നിശമന സേന, വനംവകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവർ നൽകിയ അനുമതികൾ സ്വാധീനത്തിന് വഴങ്ങിയാണെന്ന പരാതിയിൽ അന്വേഷിക്കാമെന്ന് ADM സമ്മതിച്ചതായും ഭാരവാഹികൾ. വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പുലിയന്നൂർ ഞാറേക്കാട്ട് പരേതനായ രാമൻ നായർ ഭാര്യ 69 വയസ്സുള്ള നളിനി അമ്മയാണ് മരിച്ചത്. അറസ്റ്റിലായ പഴഞ്ഞി കോട്ടോലിലെ ആശുപത്രി ആക്രമണ കേസിലെ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. പഴഞ്ഞി ഐനൂർ സ്വദേശി വിഷ്ണുരാജ്, അരുവായി സ്വദേശി അതുൽ കൃഷ്ണ, ഐനൂർ സ്വദേശി ശ്രേയസ് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വന്തം ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഓമനയ്ക്ക് തുണയായി CPM. ചൂണ്ടൽ പഞ്ചായത്തിലെ 17-ാം വാർഡിൽ മാച്ചാമംഗലത്ത് ഓമനയുടെ വീടാണ് CPIM മുൻകൈയെടുത്ത് സഹായിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത്. മുരളി പെരുന്നെല്ലി MLA വീടിന്റെ താക്കോൽ കൈമാറി. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ വികസന സദസ്സ് ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. 12 രാത്രികൾ നാദനൃത്ത വർണ്ണവിസ്മയം തീർക്കുന്ന വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നിറമാല ആഘോഷത്തിന് തുടക്കമായി. തുലാം 1 മുതൽ 12 വരെയാണ് കേരളത്തിലെ മികച്ച കലാകാരന്മാർ പങ്കെടുക്കുന്ന നിറമാലയാഘോഷം നടക്കുന്നത്. ബാലഗോകുലത്തിന്റെ മറവിൽ RSS ശാഖയിലെ ബാലപീഡനത്തിൽ പ്രതിഷേധിച്ച് അനന്തു അജിയെ കൊന്നതാണ് എന്ന മുദ്രാവാക്യമുയർത്തി DYFI കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സ് നടത്തി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കീഴിലുള്ള കല്ലുംപുറം സെന്റ് ജോർജ് പള്ളിയിലെ പെരുന്നാളിന് കൊടിയേറി. ഒക്ടോബർ 24-25 തീയതികളിൽ പെരുന്നാൾ ആഘോഷം നടക്കും. CCC ഗുരുവായൂരിന്റെ 55-ാം വാർഷികവും ദർശനം 2025 സ്മരണികയുടെ പ്രകാശനവും സാംസ്കാരിക സമ്മേളനവും നടത്തി. നഗരസഭാ ടൗൺഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ NSS വളണ്ടിയേഴ്സ് ഞാറുനടിയിൽ ഉത്സവം നടത്തി. കുന്നംകുളം നഗരസഭയിലെ വിവിധ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ ചെളിവെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധം. പൊതുപ്രവർത്തകൻ സുഭാഷ് ബോസ് ആണ് വേറിട്ട പ്രതിഷേധം നടത്തിയത്. കാട്ടകമ്പാൽ YMCAയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കുന്നംകുളം ദയാറോയൽ ആശുപത്രിയും ട്രോമ സെന്ററും ചേർന്ന് YMCA ഹാളിൽ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ CP രാവണിക്കുട്ടി നിർവഹിച്ചു. കാട്ടകമ്പാൽ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെയും രണധാര കലാകായിക സാംസ്കാരിക വേദിയുടെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി പന്തൽ കാൽനാട്ടൽ കർമ്മം സംഘാടക സമിതി ചെയർപേഴ്സണും വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP സുനിത നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.